ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 37. അപ്പൊ രാവിലെ പാട്ടൊക്കെ ഇട്ട് കൂത്താട്ടം നടക്കുന്നു. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻഡോ, സായി ആൻഡ് അഭിഷേക് ജെ 3 പേരും കൂടെ ഇരുന്ന് രാവിലത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സായി ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജിൻഡോയ്ക്ക്. ജിൻഡോ ആണല്ലോ പുതിയ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത്. പക്ഷെ പുതിയ ക്യാപ്റ്റൻ ആകാൻ ഉണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റൻസി ഇന്നാണ് കൈമാറിയത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ സായിയുടെ ഒരു ഗെയിം രാവിലെ നമുക്ക് കാണാൻ പറ്റി. നല്ല വൃത്തിക്ക് ജിൻഡോയെ നെരുകേറ്റി ഇട്ടു. ജിൻഡോ, നമ്മുടെ ജാസ്മിൻ ചേച്ചി മൈക്ക് ഇട്ടിട്ടില്ല, മാറ്റി വെച്ചിരിക്കുക, ഒന്ന് പോയി പറയാൻ പറഞ്ഞു. കേക്കണ്ട താമസം ജിൻഡോ ചേട്ടൻ ചാടി വീണു ജാസ്മിൻ ചേച്ചിയുടെ നെഞ്ചത്തോട്ട്. ജാസ്മിൻ ചേച്ചി നല്ല ആട്ടാട്ടുന്നുണ്ട്. ഈ ഒരു സാധനം ജിൻഡോ ചേട്ടൻ നിർത്തുന്നില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ജാസ്മിൻ നീ മൈക്കിട എന്നുള്ളൊരു സാധനം. ഇത് നമ്മുടെ ബിഗ് ബോസ് അണ്ണനും കേട്ടു. അപ്പൊ ബിഗ് ബോസ് അണ്ണനും പറയുന്നുണ്ട് ജാസ്മിൻ മൈക്കിടും. ബിഗ് ബോസ് പറഞ്ഞപ്പോ പിന്നെ ജാസ്മിന് നാണക്കേടായല്ലോ. കാരണം കൂടിയിരുന്ന് നമ്മുടെ ജിൻഡോയും സായിയും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന എല്ലാരും മറ്റേ കൂവാൻ തുടങ്ങി. അപ്പത്തേക്ക് ജാസ്മിന് മറ്റേ നാണക്കേടായി. ജാസ്മിൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കരയോ കര കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും മെയിൻ പരിപാടി അതാണല്ലോ. ജാസ്മിൻ ഒന്നാമത് ഇന്നടത്തോട്ട് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഞാൻ ഇന്ന് ലൈവ് കുറച്ച് അപ്ഡേറ്റ് തന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പിസോഡിനകത്തും അതൊക്കെയാണ് കാണിക്കുന്നത്. കയ്യിൽ നിന്ന് പോയപ്പോൾ ഉള്ള കരച്ചിലും പിരിച്ചിലും ഉടനെ ബിഗ് ബോസ് ലാസ്റ്റ് പറയുന്നുണ്ട് അഫ്സർ ആൻഡ് റസ്മിൻ ബായ് 2 പേരും കൂടെയും ജാസ്മിനെ പൊക്കിയെടുത്ത് നേരെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പൊക്കിയെടുത്ത് കൺഫെഷൻ റൂമിൽ കൊണ്ടിട്ടു. അവിടെ ഇരുന്നും കരച്ചിലും പിടിച്ചിലും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മെല്ലെ ഒച്ച കുറച്ച് ആദ്യമേ നമ്മുടെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് മടുത്ത്, ബിഗ് ബോസ് എനിക്ക് ഇവിടുന്ന് പോണം, ബിഗ് ബോസ് മെല്ലെ പറയത്തുള്ളൂ. മറ്റേ ഒരുപാടങ്ങ് വാശിയൊന്നും പിടിക്കത്തില്ല ചേച്ചിയുടെ മറ്റേ നമ്പർ അത്ര ഉള്ളു. ഇതൊക്കെ അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ല. അതൊക്കെ ഒരു ദിവസം പോലും നിൽക്കാത്ത കരച്ചിലും പിടിച്ചിലും ആയിരുന്നു. ഇതൊക്കെ ഒരു ഗെയിം വരുമ്പോ ചേച്ചി പഴയ ഗെയിമറിലേക്ക് അങ്ങ് വരും. അതുകൊണ്ട് തന്നെ വലിയ തളർച്ചയൊന്നും ചേച്ചിക്കില്ല. ചേച്ചി മറ്റേ തളർന്നെന്നും പറഞ്ഞ് ചേച്ചിയെ മറ്റേ സമാധാനിപ്പിക്കാൻ പുറത്തു കുറെ ചേട്ടന്മാരെ ഞാൻ കണ്ടു. അപ്പൊ അവരൊന്നും അത്ര വലിയ അങ്ങോട്ട് മറ്റേ മൂക്കണ്ട. ചേച്ചിയുടെ അഭിനയം എനിക്ക് അത്രയൊക്കെ തോന്നുള്ളൂ എന്തൊക്കെയാണെങ്കിലും. അപ്പൊ ഇതങ്ങോട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ജിൻഡോ അവിടുന്ന് ഒരു കാര്യം പറയുന്നുണ്ട്, ജാസ്മിൻ വീട്ടിൽ പറഞ്ഞിട്ടാ വന്നത്, ഞാനിങ്ങനെ പല കളി അവിടെ കളിക്കും, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഇടയ്ക്കും വേറെ പല സാധനങ്ങൾ അവിടെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടാ വരുന്നത്. പക്ഷെ ഗബ്രിക്കുട്ടൻ അത് പറഞ്ഞു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും ഇന്നലെ ഗബ്രിയുടെ വീട്ടിൽ നിന്ന് വന്നൊരു താക്കീട് കൊടുത്തത്. താക്കീടല്ല, ഒരു ക്ലൂ കൊടുത്തു, ഒറ്റയ്ക്ക് കളിയടാ മോനെ, നട്ടല്ലില്ലടാ നിനക്കെന്നുള്ളൊരു സാധനം ഇന്നലെ കൊടുത്തളിയന്. അപ്പൊ അതിന്റെ കുറച്ച് സങ്കടമൊക്കെ ഗബ്രിക്കും ഉണ്ട്. ആ ഒരു സങ്കടത്തിലിരുന്ന് ഗബ്രി മറ്റേ തളർന്ന് വീഴാൻ പോകുന്ന മറ്റേ മൊത്തത്തിൽ അങ്ങ് തളർന്ന് വീണു, തളർന്ന് മനസ്സൊക്കെ ഇടിഞ്ഞങ്ങ് പോയി എന്നുള്ളൊരു മൂഡിലാണ് ചേട്ടൻ ഇന്ന് ഇരിക്കുന്നത്. അപ്പൊ അത് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സിബിനും പിന്നെ നമ്മുടെ നോറ ചേച്ചിയല്ല പൂജയൊക്കെ പോയി അടുത്തിരുന്ന് മറ്റേ വലിയ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സിബിൻ ചേട്ടൻ ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഏതവന്റെ മുഖത്താണെങ്കിലും പറയും, അവനിപ്പോ തളർന്ന് മറ്റേ കുത്തിയിരിക്കുവാണെങ്കിലും പറയും എന്നൊരു സാധനമൊക്കെ ചേട്ടൻ അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും മറ്റേ കുത്താതെ കുത്തി ഗബ്രിക്കുട്ടനെ, പിന്നെ ഗബ്രിക്കുട്ടന് മിണ്ടാൻ വയ്യ, തളർന്നങ്ങ് ഇരിക്കുക പാവം. രാവിലെ എന്തായാലും തലേ ദിവസം മാറി മനസ്സിലായി നാട്ടുകാർക്കെന്ന് ജാസ്മിൻ തന്നെ വായിന്ന് പോയി. ജാസ്മിന്റെ അതെല്ലാവർക്കും മനസ്സിലായി. ഞാനും ഗബ്രിയും പിടിച്ചു നിർത്തുകയാണ്, പ്രണയത്തെ ഞങ്ങൾ പിടിച്ചു നിർത്തുകയാണ്. അപ്പൊ ആ ഒരു സാധനം കഴിഞ്ഞപ്പോഴേ മനസ്സിലായി നാട്ടുകാർക്കും ഒക്കെ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി അവിടെ. അതുകൊണ്ട് പിന്നെ മാക്സിമം ഇനി മറ്റേ നല്ല പിള്ളേരെ വേണമല്ലോ. അപ്പൊ ആ ഒരു സംഗതിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗബ്രിക്കുട്ടനെ ഒന്ന് സമാധാനപ്പെടുത്തി. അപ്പത്തേക്ക് ഗബ്രിക്ക് തീരെ അങ്ങ് വയ്യാതായി. പിന്നെ ഗബ്രിക്കുട്ടനെ നേരെ തട്ടി മെഡിക്കൽ റൂമിലിട്ടു. മെഡിക്കൽ റൂമിൽ ചെന്നപ്പോഴത്തേക്കുള്ള ചില വിഷ്വൽസ് എപ്പിസോഡിൽ കാണിച്ചു. പ്രത്യേകിച്ച് അവനൊരു കുഴപ്പവും ഇല്ല. അത് പിന്നെ അവന്റെ ഡയലോഗ് അടി അത്രേ ഉള്ളൂ. പിന്നെ അവന്റെ ഷോ അത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിന്റെ പിന്നെ നിർത്തുന്നില്ല. ജാസ്മിൻ അകത്തിരുന്ന് മറ്റേ വെൻ ഡയലോഗൊക്കെ, ഈ മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെ, മനുഷ്യന്മാരൊക്കെ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, അതൊക്കെയാണ് ചേച്ചിയുടെ ഡൗട്ട്. എന്നാൽ ചേച്ചി അവിടെ ഇന്നലെ പറഞ്ഞതും അവിടെ കാട്ടിക്കൂട്ടിയതും പിന്നെ ഇന്നലെ പറഞ്ഞതും അതൊന്നും ചേച്ചിക്ക് കണക്ട് ചെയ്യാൻ വയ്യ. അവരുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ല കേട്ടോ. ജാസ്മിൻ, ഗബ്രി, ദ പോളി മെമ്പേഴ്സ് എന്നാണ് അവരുടെ മനസ്സിൽ. അവർ കാണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്നതിനെ പെട്ടെന്നൊന്നും നമ്മൾ ചെയ്യുന്നൊരു കാര്യം തെറ്റാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ തെറ്റ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ അത്രേ ഉള്ളൂ കാര്യം. ഗബ്രിക്ക് പിന്നെ കാര്യം മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറുക്കനും ഒതുങ്ങിയത്. ജാസ്മിൻ പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒതുങ്ങത്തില്ല കേട്ടാ. അങ്ങനെയെങ്കിലും ക്ഷമിച്ചു കൊടുക്കാനും ഇല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന മറ്റേ ഏതോ ഒരുത്തനോട് എന്താ അസല, അപ്പൊ അവനെ പൊട്ടനാക്കിയതൊക്കെ ചേച്ചിക്കൊന്നും ഒരു വിഷയമല്ല. അവൻ മണ്ടൻ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ഇനി വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങൾ അണ്ണാക്കി കിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. എന്താണെങ്കിലും ജാസ്മിൻ അകത്തിരിക്കുമ്പോഴത്തേക്ക് ഗബ്രിയും പോയി കഴിഞ്ഞു, മെഡിക്കൽ റൂമിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടസ്റ്റൻസിന്റെ ഇടയ്ക്ക്
അവര് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട് ഇവരുടെ ഈ റിലേഷൻ. അതായത് അവര് ജാസ്മിനും ഗബ്രിയും കരുതിയിരിക്കുന്നത് കണ്ടസ്റ്റൻസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്നത്, ഞങ്ങൾ തമ്മിൽ മറ്റേതാണ് മറിച്ചേതാണ്. അപ്പൊ അവരകത്ത് പറയുന്നുണ്ട്, നമ്മളിതായിട്ടും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സത്യമാണ്, അവര് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജാസ്മിനും ഗബ്രിയും അവിടെ പറഞ്ഞു തുടങ്ങി, നമ്മളെ എല്ലാവരും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ആ പോയിന്റ് ഇട്ട് കൊടുത്ത തന്നെ ജാസ്മിനും ഗബ്രിയാണ്. അവിടെ ആദ്യമേ അവരൊന്നും അങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇവര് തന്നെ സാധനം ഇട്ട് കൊടുത്തു. പിന്നെ പുറത്ത് കാണുന്ന ജനങ്ങൾക്ക് ഇവരുടെ കളിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പൊ പുറത്ത് നല്ല രീതിയിൽ ഇതിനെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ ഒരു റിലേഷനെ. അതിനകത്ത് സംസാരിച്ച് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം കുറെ സമയത്താണ്. അങ്ങനെ ഒരു ഡേ ആയിരുന്നു ഇന്ന് അവര് കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് പറയുന്ന മെയിൻ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ആരോടൊന്നും ചോദിക്കാനൊന്നും പോയിട്ടില്ല. അവര് തന്നെ മുമ്പോട്ടെടുത്ത് ഇങ്ങനത്തെ പോയിന്റ്സ് ഇട്ട് കളിച്ചപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സംശയം വന്നു. അങ്ങനെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി. അല്ലാതെ ആദ്യമായിട്ട് ഈ ഒരു പ്രശ്നം ജാസ്മിൻ ഗബ്രിയും തമ്മിൽ മറ്റേ റിലേഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് അവര് തന്നെയാണ്. സോ അത് നല്ല പോയിന്റ് ചെയ്ത് ഇന്ന് രാവിലത്തെ ലൈവിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഋഷിയൊക്കെ പറയുന്നുണ്ട്. ഇന്ന് കണ്ടസ്റ്റൻസും പലരും, സായി ഉൾപ്പെടെ അത് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. സായി ഒക്കെ എന്റെ മോനെ, സായിയുടെ ഒരു സാധനമൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജാസ്മിനും ഗബ്രിയും പുറത്തു വരുന്നു, രണ്ടുപേരും ഒന്നിച്ചിരുന്ന് മറ്റേ മോനെ പോട്രാ മോളെ പോട്രാ ഈ ഒരു സാധനമൊക്കെ അവിടെ ഉണ്ട്. പോട്ടെ, അത് നമ്മൾ കൂടുതൽ ഇനി പറയണ്ട, അവരെ നമ്മൾ വിടുകയാണ്. ഇല്ലെങ്കിൽ അവരെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോനെ എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി അവരുടെ കാര്യം പറഞ്ഞിട്ട്. അതാണ്, അവര് ചുമ്മാ ഒഫീഷ്യലി ഒന്നും സമ്മതിക്കത്തില്ല, ചുമ്മാ നാട്ടുകാരെ വട്ടന്മാരാക്കാനായിട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്ക്, ഈ ഒരു ഇവരുടെ ടോക്കും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻസി നമ്മുടെ ജിൻഡോ ചേട്ടനാണ്. അപ്പൊ ജിൻഡോ ചേട്ടനെ നമ്മുടെ ജാസ്മിൻ വന്ന് മറ്റേ കയ്യിൽ മറ്റേ കറുത്ത സാധനമൊക്കെ, ക്യാപ്റ്റന്റെ മറ്റേ റിബൺ പോലത്തെ സാധനമൊക്കെ കുന്തമൊക്കെ അടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്, തേച്ചൊക്കെ മറ്റേ കെട്ടി കൊടുക്കുന്നുണ്ടേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പവർ ടീം നമ്മുടെ ഋഷിയുടെ ഒക്കെ ടീമാണ്. ഋഷി, ശരണ്യ, പൂജ, ജാൻമുണി ചേച്ചി ഒക്കെയാണ്. അപ്പൊ അവരുടെ ടീമിൽ അഭിഷേക് എസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അവന്റെ കയ്യിരിപ്പോണ്ട് അഭിഷേകിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എടുത്തിട്ടിരിക്കുന്നുണ്ട്. അവന് പകരം വേറൊരാളെ ആ ഒരു പ്ലേസിലേക്ക് പവർ ടീമിലേക്ക് നമുക്ക് ഈ പവർ ടീമിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അടുത്തത്. അപ്പൊ അതിൽ ഓരോ ആൾക്കാർ വന്നിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവരെന്തൊക്കെ ചെയ്യും, അവരെ പറ്റി ഒന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് നമ്മുടെ നന്ദന വരുന്നുണ്ട്, അഭിഷേക് വരുന്നുണ്ട്, നോറ, സായി ഒക്കെയാണ് ആദ്യമേ വരുന്നത്. അതിനകത്ത് നോറ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. നോറയുടെ മറ്റേ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ അങ്ങ് കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കഥ അങ്ങ് തുടങ്ങി. ലാസ്റ്റ് അവര് കൈയടിച്ചങ്ങ് നിർത്തിക്കാൻ പ്രോത്സാഹിപ്പിച്ച് വിടുക. പവർ ടീം ഒന്ന് നിർത്തന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവത്തേര് കയറി പിടിക്കാൻ പോകുന്നു. കണ്ടില്ലേ, അവർ കൈയടിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ ഒരു കോണ ഡയലോഗ്. ലാസ്റ്റ് ആദ്യമേ അഭിഷേകും നന്ദനയൊക്കെ വന്നിട്ടായിരുന്നു. അഭിഷേക് എസും നന്ദനയൊക്കെയാണ് സംസാരിച്ചത്. മൂന്നാമതാണ് നോറ വരുന്നത്. നോറ കഴിഞ്ഞിട്ട് സായിയും കൂടെ ഉണ്ടായിരുന്നു. സായിക്ക് ലാസ്റ്റ് മടുത്തു. സായി നേരെ നോറയിലോട്ട് എടുത്ത് നീ തന്നെ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാൻ മാറി. അപ്പത്തേക്ക് ഇല്ല വന്ന് പറയാന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരും പറഞ്ഞപ്പോഴത്തേക്ക് സീക്രട്ട് ആയിട്ട് സായി ചേട്ടൻ തിരിച്ചു വന്നിട്ട് ഒറ്റ കാര്യം, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, തിന്നും കുടിച്ചു, എനിക്ക് അതിനകത്തങ്ങ് കിടക്കണം, ഇത്രേ ഉള്ളൂ, പറ്റുമെങ്കിൽ എടുക്കുക, ഇത്രയും പറഞ്ഞു. ചേട്ടന്റെ കളി മക്കളെ പുറത്തു നിന്ന് കളി കണ്ട് പഠിച്ചവനാണ് അവൻ. അതെല്ലാവർക്കും അറിയാം. അതിന്റെ എല്ലാ സാധനവും അവിടെ കളിക്കുന്നുണ്ട്. അണ്ണന് വലിയ താല്പര്യമൊന്നുമില്ല പവർ ടീമിൽ കയറിയിരിക്കണമെന്ന്, പുറത്ത് നിന്നാലേ കളിയുള്ളൂ എന്നറിയാം അണ്ണന്. അകത്തിരുന്ന് കഴിഞ്ഞാൽ മറ്റേ കണ്ടന്റ് ഇല്ല, അരി ഉണ്ടാകത്തില്ല എന്ന് അണ്ണൻ അറിയാം. അരിയുടെ മെയിൻ ആളാണല്ലോ അണ്ണൻ. അപ്പൊ അണ്ണന് വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു സെറ്റായിട്ട് വരുന്നത് ഗബ്രി, അപ്സര, റസ്മിൻ ഭായ്, അർജുനാണ്. ഇതിനകത്ത് ഓടിച്ചെന്ന് മറ്റേ ഒരു നമ്പർ പുറത്ത് വെച്ചിട്ടുണ്ട്, 1 2 3 4 5. അതൊരു 3-4 പേര് ഒന്നിച്ച് ഓരോ ടീം വരുന്നു, അവർ ഓടിപ്പോകുന്നു, ഓരോ നമ്പർ വെച്ച് ഒന്നെടുക്കുന്നവര് ആദ്യമേ വന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഗബ്രിക്കുട്ടൻ അപ്പത്തേക്കൊക്കെ മറ്റേ സൈക്കോളജിസ്റ്റിനെയൊക്കെ ഇടയ്ക്ക് വിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഗബ്രിക്കുട്ടന് വയ്യാതെ നമ്മുടെ മെഡിക്കൽ റൂമിൽ പോയെന്ന് പറഞ്ഞില്ല, അദ്ദേഹം വിട്ടുപോയി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സൈക്കോളജിസ്റ്റിനെ എടുക്കാൻ ലാസ്റ്റ് ആ ഒരു മെഡിക്കൽ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ ജാസ്മിൻ ചേച്ചി ആശ്വസിപ്പിക്കുന്ന പരിപാടിയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സൈക്കോളജിസ്റ്റ് വന്നു പോയി സംസാരിക്കാന്ന് പറഞ്ഞ് ബിഗ് ബോസ് വിടുന്നുണ്ട്. സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അവൻ ഭയങ്കര ആക്റ്റീവ് ആയെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു സോക്കേട് മറ്റേ കുത്തലുള്ളതുകൊണ്ട് അണ്ണൻ ഓടിപ്പോയി ഫസ്റ്റ് നമ്പർ തന്നെ എടുക്കുന്നു. എന്നിട്ട് വന്ന് അവന്റെ കഥ അങ്ങോട്ട് തുടങ്ങി. അവനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കേസ് ഇത് മാത്രമാണ്. അവൻ ബാക്കിയുള്ളവർക്ക് ആർക്കും സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കത്തില്ല. ഞാനാണ് ടോപ്പ്, ഞാൻ പറയുന്നതാണ് കാര്യം. ഈ ഒരു മറ്റേടത്തെ സ്വഭാവം അവന്റെ, ആ ഒരു മെന്റാലിറ്റി അവന്. അല്ലാതെ അപ്പുറം നിൽക്കുന്ന ആള് പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു മൂടൊന്നും ഇല്ല അളിയന്. ബാക്കി 3 ടീമും വന്നിട്ട് ആ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും പറയാൻ സമയം കിട്ടുന്നുണ്ട്. ഇവൻ തുടങ്ങിയപ്പോഴത്തേക്ക്
ആ ഒരു ടീമിന്റെ സമയം തന്നെ പോയി. അതിനകത്തുള്ള അപ്സരയ്ക്കോ റസ്മിനോ അർജുനോ ഒന്നും പിന്നെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. അത് ഇവൻ ഏതൊരു ടീമിൽ വന്നായിരിക്കും ഇതായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇവനെ മാക്സിമം ഒറ്റക്കിട്ട് കളയുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റത്തരോ പറയുന്നത്, പക്ഷെ ഇവനേക്ക് ഒറ്റക്കിടണം. കാരണം ഇവന്റെ കയ്യിരിപ്പ് അങ്ങനെയാണ്. കൂടെ നിൽക്കുന്ന ഒരു ടീം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ടീം ഗെയിമറാണ്, അവൻ ഗെയിം കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് കൂടെ നിൽക്കുന്നവരുടെ മറ്റേ നെഞ്ചത്ത് ചവിട്ടുക എന്ന് പറഞ്ഞ ഒരു ടീമായിട്ട് കളിക്കേണ്ട കളിയിലും ഞാൻ മതി എന്നുള്ളൊരു മൂഡിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ വെറും വൃത്തിയായിട്ട് ഒരു ഗെയിമറിന്റെ സ്ട്രാറ്റജിയാണ്. അതിനോടൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇന്ന് അവൻ ഈ ഒരു പരിപാടിയിലും അതാണ് കാണിച്ചത്. എന്നാൽ അവനെ അറിയാം, അവനെ എടുക്കത്തില്ല. എന്നാലും ബാക്കിയുള്ളവർ കൂടെ ഉള്ളവരെ കയറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിം പോലെ എനിക്ക് തോന്നിയത് അവന്റെ ഒരു കളി, വെറും ചെറ്റക്കളി. അതിനുശേഷം സിബിൻ, ശ്രീരേഖ അവരുടെ ആ ഒരു ടീമാണ് വരുന്നത്. ശ്രീരേഖയൊക്കെ മറ്റേ ശ്രീരേഖ വന്നിട്ട് മറ്റേ സെറ്റപ്പ് കേട്ടോ. ശ്രീരേഖ പരിപാടി എന്താണെന്നറിയോ, ജാൻമണി ഉണ്ടല്ലോ പവർ ടി വി, അപ്പൊ ജാൻമണി അങ്ങ് സുഖിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാൻമണി എന്റെ പേര് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്ത് അങ്ങ് കയറ്റിയാലോ, ആ ഒരു മെന്റാലിറ്റിയാണ് ശ്രീരേഖ ചേച്ചി. അമ്മച്ചി മൈൻഡ്. അത് ഇത്രയും നാളും നല്ല കുത്തുന്നുണ്ടായിരുന്നു നൈസായിട്ട് ബാക്ക് ചെയ്യുന്ന ജാൻമണിയെ. ഇത് മറ്റേ അങ്ങ് സുഖിപ്പീരായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ജാൻമണിയെ. എന്തായാലും ജാൻമണി ഇത് മൈൻഡ് പോലും ചെയ്തില്ല. മറ്റേ താങ്ക്സും കൈകൂപ്പലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ശ്രീരേഖ ചേച്ചി എടുത്തില്ല. ലാസ്റ്റ് സിബിനും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. സിബിൻ അറിയാലോ, പോയിന്റ് വൈസ് നല്ല കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പൊ എന്തായാലും പവർ ടീം അംഗങ്ങൾ സെലക്ട് ചെയ്തത് സിബിനെ തന്നെയാണ്. സിബിനെ അങ്ങനെ പവർ ടീമിലേക്ക് കയറ്റുന്നു. കാരണം അവർക്ക് വേണ്ടത് സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റിനെയാണ്, നിന്ന് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാളെയാണ് വേണ്ടത്. സിബിനെ നോക്കിയപ്പോൾ അത് ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് അവർക്ക് തോന്നിയത്. അഭിഷേക് എസിനെക്കാട്ടിലും അവർക്ക് തോന്നിയത് സിബിനെ തന്നെയാണ്. സോ സിബിനെ ചൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അടുത്ത ആഴ്ചയിൽ സിബിൻ നയിക്കുന്ന ഒരു പവർ ടീം ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാപ്റ്റൻസിയിൽ നമ്മുടെ മുൻ നിരയിൽ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നാളെ തൊട്ട് നടക്കാൻ പോകുന്നത് നമുക്ക് കാണാം. എന്തായാലും ജാസ്മിനും ഗബ്രിയും വേറെ ടീമിലായിട്ടുണ്ട്. സോ അത് ജിൻഡോ ആണ് തൂക്കിയെടുത്ത്. ജാസ്മിൻ പഴയ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിനെ ഏത് ടീമിലേക്ക് ഇടണം എന്നുള്ള ഒരു തീരുമാനം പുതിയ ക്യാപ്റ്റൻ എടുക്കാമായിരുന്നു. അപ്പൊ അത് നൈസായിട്ട് തന്നെ ജിൻഡോ പ്ലേ ചെയ്തു. ജിൻഡോ നൈസായിട്ട് ജാസ്മിനെ വേറെ ഒരു ടീമിലേക്ക് അങ്ങ് തട്ടി, ഗബ്രിയെ വേറെ ടീമിലേക്ക് തട്ടി. ജാസ്മിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ അൻസിബയുടെ ഒക്കെ ടീമിലാണ് ഇട്ടിരിക്കുന്നത്. എന്തൊക്കെ ഇനി അവിടെ പൊട്ടുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ജിൻഡോ ഇന്നലെയൊക്കെ രാത്രി അവരോട് ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടീം മാറ്റം, ആ ടീമിന്റെ അടുത്ത് ഇപ്പുറത്തേക്ക് തട്ടിയപ്പോഴത്തേക്ക് ജാസ്മിന്റെ ഫേസ് ഒന്ന് കാണണ്ടായിരുന്നു കേട്ടാ. അവളങ്ങ് മറ്റേ മൊത്തത്തിൽ അങ്ങ് പോയല്ലോ എന്നുള്ളൊരു മൂഡാണ് അവർക്ക്. പറ്റത്തില്ല, ജാസ്മിനും ഗബ്രിക്കും അവർ രണ്ടുപേരിൽ ഒരാളില്ലാതെ അവർക്ക് പറ്റത്തില്ല എന്നുള്ളൊരു ഗെയിമാണ് അത്. അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഗബ്രി എന്ന് പറയുന്നത് ഗെയിമർ ആണെങ്കിൽ പോലും പോരാ. അവന്റെ ഗെയിമർ വെറും വൃത്തികെട്ട ഗെയിമറാണ് അവൻ. ഗെയിം ആകാം, സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, മറ്റുള്ളവരെ തള്ളി പറയാൻ. പക്ഷെ അവൻ യൂസ് ചെയ്യുന്നത് വൃത്തികെട്ട. ഞാൻ ഇന്നിപ്പോ കാണിച്ചു തന്നില്ലേ, അവൻ മാത്രം സംസാരിച്ചാൽ മതി, വേറെ ആരും സംസാരിക്കണ്ട. ഒരു ടീമിലുള്ളവർ, അവന്റെ ടീമിലുള്ളവർ പോലും സംസാരിക്കണ്ട. ആ ഒരു ഗെയിമിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ബാക്കിയുള്ളവരും സംസാരിക്കട്ടെ, അവർക്കും പറയണമല്ലോ. അവരെയും കാശ് കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിനകത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഗെയിം കളിക്കാൻ വേണ്ടി. സോ അവരും കളിക്കട്ടെ, അവരും സംസാരിക്കട്ടെ, അവരെ നാക്കിട്ട് അടിക്കട്ടെ. അതിനൊന്നും ഇവന് പറ്റത്തില്ല. ഞാൻ മതി. ആ ഒരു മൂടുള്ള ഗബ്രി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ജാസ്മിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ പറ്റും. ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യമായത്. എനിക്ക് അത് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കുറച്ചുകൂടെ അവളുടെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കും. ഇത്രയും മെന്റലി അവൾ ചിലപ്പോൾ ഡൗൺ ആവത്തില്ല. പുറത്തുനിന്നുള്ള ഇപ്പൊ ലാലേട്ടൻ ഈ കഴിഞ്ഞ ആഴ്ച ചോദിച്ച കണക്കത്തുള്ള പ്രശ്നങ്ങളൊന്നും ചോദിക്കത്തില്ല. ഇത് ഇവൻ അവളെ വിടത്തുമില്ല. മറ്റേ